ഹരിതാമൃതം പരിപാടി വടകരക്കാർക്കുള്ള ജീവാമൃതമാണെന്ന് കെ രമ MLA അഭിപ്രായപ്പെട്ടു. ഹരിതാമൃതം 2026 പുരസ്കാരം വി ശ്യാംകുമാറിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു MLA. മനുഷ്യന്റെ ആരോഗ്യരക്ഷയ്ക്ക് ആവശ്യമായ വിവിധ സന്ദേശങ്ങളും അതിനനുബന്ധമായ പ്രവർത്തനങ്ങളുമാണ് 16 വർഷമായി ഇവിടെ നടന്നുവരുന്നതെന്നും MLA പറഞ്ഞു. 2026 ഹരിതാമൃതം പുരസ്കാരം കൊല്ലം അമ്പാടി ഗോശാല പ്രൊപ്പറേറ്റർ MV ശ്യാംകുമാറിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹരിതാമൃതം തീർച്ചയായിട്ടും വടകരയ്ക്ക് ഒരു തിലകക്കുറിയാണ്. എല്ലാ വർഷവും ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ അന്യം നിന്നു പോകുന്ന ജൈവ കൃഷിയെയും നമ്മുടെ ആരോഗ്യം ഏറ്റവും സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി അതിനെന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരുപാട് പദ്ധതികൾ, അത് രോഗ ചികിത്സയായാലും മറ്റ് എല്ലാ തലങ്ങളിലും മനുഷ്യരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഹരിതാമൃതം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്നതാണ്. ഈ വർഷം ആരോഗ്യരക്ഷയ്ക്ക് അനുയോജ്യമായ ഭക്ഷണം എന്നതാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാവരും ഒരുപക്ഷെ നിരന്തരം നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് നമ്മുടെ ഭക്ഷണ രീതിയെ സംബന്ധിച്ച്, ജൈവ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പലതരം അസുഖങ്ങളെ സംബന്ധിച്ച്, ജീവിതത്തിൻ്റെ ശൈലിയുമായി ബന്ധപ്പെട്ട് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന പലവിധ അസുഖങ്ങൾ, നമുക്കിന്ന് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പലതരം അസുഖങ്ങൾ ഓരോ ദിവസവും വരികയാണ്. മഹാത്മാ ദേശസേവ ട്രസ്റ്റ് ചെയർമാൻ ടി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ഹരിതാമൃതം ചെയർമാൻ PP ദാമോദരൻ മാസ്റ്റർ അവാർഡ് ജേതാവിന് പൊന്നാട അണിയിച്ച് ട്രസ്റ്റ് ട്രഷറർ പ്രസീദ് കുമാർ PP മംഗളപത്ര സമർപ്പണം നടത്തി. പുറന്തോടത്ത് ഗംഗാധരൻ, പ്രൊഫസർ KK മഹമ്മൂദ്, VP രമേശൻ, അഡ്വക്കേറ്റ് T നാരായണൻ നായർ, TK ജയപ്രകാശ്, PP രാജൻ, തയ്യുളത്തിൽ രാജൻ, PM വത്സലൻ, VP ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അജിത് കുമാർ NK സ്വാഗതവും K ഗീത നന്ദിയും പറഞ്ഞു. പാലിച്ചുകൊണ്ട് ജൈവ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി മഹാത്മാ ദേശസേവ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരമാണ് ഹരിതാമൃതം പുരസ്കാരം. കണ്ണമ്പുറത്ത് പത്മനാഭൻ മുതൽ നമ്മുടെ TK ജയപ്രകാശ്, VA ദിനേശൻ, അങ്ങനെ നിരവധി ആളുകൾക്ക് അന്തരിച്ച ബാലകൃഷ്ണൻ മാസ്റ്റർ നമ്മൾ ഈ പുരസ്കാരം കൊടുത്തു കഴിഞ്ഞു. ഈ വർഷം നമ്മൾ കൊടുക്കുന്ന SR ശ്യാംകുമാറിനാണ്. നമ്മൾ ശ്യാംകുമാറിനെ നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ്. ശ്യാംകുമാറിന് മാത്രമല്ല, നമ്മൾ ഈ രംഗത്ത് ഇവിടെ നിരവധി സ്റ്റാളുകളിൽ നമ്മൾ കാണുന്നുണ്ട് പലരെയും. കൺമഷി എന്ന് പറയുന്ന ആ ഒരു സംഗതി, അപ്പോൾ അത് ഉപയോഗിച്ച പല ആളുകളും പറയുന്നത് ശ്യാംകുമാറിൻ്റെ അമ്പാടി ഗോശാലയുടെ കൺമഷി അത് കണ്ണിലിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ മയഞ്ഞങ്ങ് പോകുന്നതാണ്. അത്രയും പരിശുദ്ധമായ സൂക്ഷ്മമായ നിലയിൽ ഈ മണ്ണിനെയും നാടൻ കന്നുകാലികളെയും പരിപാലിച്ച് നിരീക്ഷിച്ച് കേരളത്തിലെ വ്യാവസായിക മേഖലയിൽ അതാണ് അമ്പാടി ഗോശാല എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് കേരളത്തിലെ വ്യാവസായിക മേഖലയിൽ വളരെ വലിയ നിരയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അത്രയധികം ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ജൈവകലകളുടെ സ്റ്റാളിൽ നിങ്ങൾ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയധികം ഉൽപ്പന്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ശ്രീ ശ്യാംകുമാറിൻ്റെ നേതൃത്വത്തിൽ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിൽ, അതിലധികവും നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമമാണ്.